ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പോകുമ്പോഴാണ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ കഴിക്കാറ്, അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് തോന്നാറെങ്കിലും ചെയ്യുന്നത് അപ്പോഴാണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുഴുവൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വലുതാക്കോ ചെറുതാക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാനിതൊന്ന് കഴുകി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം ഇതുപോലൊരു വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാധാരണ വെള്ളം, പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളത് ഇതിനകത്തോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. കോളിഫ്ലവർ ചെറുതായിട്ട് നമുക്കൊരു ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ഊറ്റി വയ്ക്കണം. അപ്പോൾ അതവിടെ തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാനിത് മുക്കി വെക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ തന്നെ അത് മുഴുവനോട് കൂടെ തന്നെ എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ കോളിഫ്ലവറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അത് പുഴുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വേവിക്കുന്ന സമയത്ത് അതല്ലാതെ കുറച്ചും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു മുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തിക്കായിട്ടുള്ള, ഒത്തിരി ലൂസ് ആവാൻ പാടില്ല ബാറ്റർ, ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു വെള്ള കളറൊക്കെ മാറി ചെറുതായിട്ടൊരു ചുമപ്പ് കളർ വരാൻ വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ബാറ്റർ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ കോളിഫ്ലവർ നോക്കിക്ക് നന്നായിട്ട് ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്നെടുത്ത് നോക്കി, ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊക്കെ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് അരിച്ച് മാറ്റി ഒഴിക്കണം. അപ്പോൾ ഇത് അരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പച്ചവെള്ളം, നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന പച്ചവെള്ളം ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മേലേക്ക് ഒന്നിട്ട് ആ ഒരു ചൂടൊക്കെ ഒന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലത്തെ വെള്ളം മുഴുവൻ വാർന്ന് പോയതിന് ശേഷം ഈ ഒരു അവസ്ഥയിലാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഒത്തിരി ഒന്നും ഉടയാതെ ഇതുപോലെ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത പോലെയുള്ള ഒരു ടെക്സ്ചർ, അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിനകത്ത് അല്ലെങ്കിൽ ബാറ്ററിനകത്തോട്ട് ഇട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, ഇത് ഉടഞ്ഞു പോവാതെ നോക്കുക. ഞാൻ സാധാരണ കൈ വെച്ചിട്ടാണ് ചെയ്യുക. എനിക്കതാണ് ഒരു പരിചയം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ മുന്നോട്ട് കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും ഞാൻ കൈ വെച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ടിംഗ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഒന്ന്, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ഞാൻ നന്നായിട്ട് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചതച്ച് ചേർക്കുന്നതാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോയാ സോസാണ്. സോയാ സോസ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഡാർക്കോ ലൈറ്റോ എങ്ങനെയാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ്, നിങ്ങൾക്ക് കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ ഒരു 10 മിനിറ്റോളം ഞാനിതൊന്ന് ഫ്രിഡ്ജിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിനകത്താകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കോട്ടിംഗ് ഒക്കെ കയറി പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കോട്ടായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ എങ്ങനെയാണോ നിങ്ങൾ സാധാരണ വറുത്ത് കോരുന്നത് അതേപോലെ ഇതൊന്ന് വറുത്ത് കോരണം. ഇപ്പോൾ ഇവിടെ നിറമൊക്കെ ഇങ്ങനെ നല്ലൊരു ചെറിയൊരു റെഡ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരാം.
അങ്ങനെ ഞാൻ എല്ലാ കോളിഫ്ലവറും ഇതുപോലെ വറുത്ത് കോരി വന്നിട്ടുണ്ട്. ഈ ഒരു കോളിഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വറുത്തിട്ടുള്ള ഈ കോളിഫ്ലവറിൻ്റെ പ്രത്യേകത, പുറമേയൊക്കെ നല്ല ക്രിസ്പിയും അകത്തൊക്കെ നല്ല ജ്യൂസിയാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. ഉള്ളൊക്കെ നോക്കിക്ക് കണ്ടോ, നല്ല സോഫ്റ്റും ജ്യൂസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് അതേ പാൻ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് വെളിച്ചെണ്ണ കൂടുതൽ അല്ലെങ്കിൽ എണ്ണ കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ഒഴിക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാനൊരു 1 ടീസ്പൂൺ വരുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ വരുന്ന വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 പച്ചമുളക് നടുവേ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് 2 മീഡിയം സവോളയാണ്, അതൊന്ന് ക്യൂബായിട്ടാണ് ഞാൻ അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യൂബായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടുള്ളത് രീതിയിലൊക്കെ അരിഞ്ഞു കൊടുക്കാം. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചേർക്കുന്നത് സെലറിയും അതുപോലെ സ്പ്രിംഗ് ഓണിയനും. ഇത് രണ്ടും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോഴാണ് ഒരു പ്രത്യേക മണം വരിക. സാധാരണ എല്ലാവരും ലാസ്റ്റ് ഒന്ന് മെയിൻ പൊടിക്കാണ് ഡെക്കറേറ്റ് ചെയ്യുക. അതിനേക്കാളും നല്ലത് ഇതേപോലെ ഒന്ന് നമ്മുടെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു സെലറിയുടെയും സ്പ്രിംഗ് ഓണിയൻ്റെയും ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മാവിനകത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് ചേർക്കുക. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ആവുന്ന ഒരു സമയം നമുക്ക് ഇതിനകത്തോട്ട് ഒരു കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം. കാരണം നന്നായി കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു മിക്സ്, അല്ലെങ്കിൽ നന്നായിട്ട് തിക്കായിട്ട് ഇരിക്കാൻ. അതിനായിട്ടൊരു ബൗളിനകത്തോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. പാലും വെള്ളം പോലെ നമുക്കിത് കിട്ടും. അതുവരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഓപ്ഷണലാണ്. ചിലവർക്ക് ഈ കോൺഫ്ലവറിൻ്റെ അത് ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും തിക്നെസ് വേണ്ട, സാധാരണ നമ്മൾ തീയിലൊക്കെ വെച്ചിട്ട് വേവിച്ചിട്ടുള്ള ആ ഒരു തിക്നെസ് മതി എന്നുണ്ടെങ്കിൽ ഇത് വേണ്ട കേട്ടോ, തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ അത് സവോളയൊക്കെ ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വരുന്ന സോയ സോസ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത്. ചിലവർക്ക് കൂടുതലൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ചില്ലി സോസാണ്. ചില്ലി സോസ് അത് നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ ഇത് റെഡ് ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർക്കുന്ന, അതായത് ഈ സോസ് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലോട്ട് ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കരിയാനൊക്കെ തുടങ്ങും. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് സോസ് ചേർത്തത്. എന്നിട്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇവിടെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ കോൺഫ്ലവർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. പക്ഷെ ഞാനിത് ഇച്ചിരി ഒത്തിരി ഗ്രേവി ആയിട്ടല്ല, ഒരു സെമി ഗ്രേവി എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് വരുന്ന ചെറു ചൂടുവെള്ളം, അല്ലെങ്കിൽ നന്നായിട്ട് എന്താ പറയുക വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഒരിക്കലും തണുത്ത വെള്ളമൊന്നും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ എന്താ പറയുക ഈ കറിയുടെ എല്ലാ രുചി അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ചെറു ചൂടുവെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഗ്രേവിയൊക്കെ നന്നായി തിക്കായിട്ട് വരാനായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവറിൻ്റെ മിക്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെ പകുതി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള പകുതിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നോക്കിക്കാൻ നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കോൺഫ്ലവർ, വറുത്തിട്ടുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സൂപ്പർ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ചേർത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു 4 മണി പലഹാരം പോലെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇച്ചിരി ഡ്രൈ എന്നൊരു സെമി എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അല്പം സെലറി, സ്പ്രിംഗ് ഓണിയൻ, ഇനി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, ഇതെല്ലാം ഒന്ന് മീൻപൊടിയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് സ്പ്രിംഗ് ഓണിയൻ ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, അല്ലാതെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ, ഇതൊരു കൊച്ചു ടിപ്പാണ്, ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വിനാഗിരി ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അത്രേ വേണ്ടൂ. ഇതിനകത്ത് നമുക്ക് കളറുകളോ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ ചേർത്താൽ തന്നെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വെക്കണം. ഇപ്പം തന്നെ ഇവിടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു ബൗളിനകത്തോട്ട് മാറ്റുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഗോബി മഞ്ചൂരിയൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കോളിഫ്ലവർ എന്നൊക്കെ പറയുന്നത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ക്യാപ്സിക്കം, സെലറി, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതില്ലാതെയാണെങ്കിലും ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.